ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. കർത്താവേ, നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ നിനക്ക് എന്ത് തരും? രക്ഷയുടെ കാസ കയ്യിലെടുത്ത് പിടിച്ച് ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വിളിക്കും. എൻ്റെ ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വചനം നമുക്ക് സുപരിചിതമാണ്. എല്ലാവരുടെയും അധരങ്ങളിൽ സദാസമയവും ഉള്ള കർത്താവിൻ്റെ ഒരു വചനം എന്തെന്നാൽ, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മെ വളരെയധികം ആശ്വസിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന, വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവവചനമാണിത്. ദൈവം തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് നമ്മെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് എന്ന വചന സത്യം അത്രമേൽ ആശ്വാസവും ആത്മബലവും ഒരു പരിധിവരെ അഭിമാനവും നമുക്ക് നൽകുന്ന ഒരു വചനമാണ്. സ്വർഗത്തിലിരുന്ന പിതാവിൻ്റെ ഏകപുത്രൻ തൻ്റെ പിതാവിൻ്റെ സ്നേഹം മുഴുവനും ഹൃദയത്തിലേക്ക് ആവഹിച്ച് ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്ന് വിശുദ്ധ കുരിശിൽ കരേറി പെടഞ്ഞ് രക്തം വാർന്ന് മരിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ശിക്ഷയല്ല, രക്ഷയാണ് എന്ന ചിന്ത എത്ര വലിയ ആശ്വാസമാണ്. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം, ക്രിസ്തുവിൻ്റെ കുരിശു മരണം, അവൻ്റെ പരസ്യ ജീവിതം, ഉദ്ധാനം എല്ലാം എൻ്റെ ജീവിതത്തെ വീണ്ടെടുക്കുന്ന, എൻ്റെ ജീവിതത്തിന് രക്ഷ നൽകുന്ന ദൈവിക പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവ് വല്ലാത്ത ആശ്വാസമാണ് എനിക്ക് തരിക. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയെക്കുറിച്ചാണ് നമുക്കിന്ന് ചിന്തിക്കാനുള്ളത്. നല്ല ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതീകമാണ് കാൽവരിയിലെ വിശുദ്ധ കുരിശ്. നല്ല ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ സുന്ദരമായ പ്രതീകമാണ് കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ കുരിശ്. ആ കുരിശിലൂടെ നമുക്ക് കൈവന്നത് രക്ഷയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി എല്ലാവരും രക്ഷ പ്രാപിക്കാനാണ്. കർത്താവിൻ്റെ കുരിശിൽ ആശ്രയിക്കുക, അവൻ്റെ കുരിശിൽ വിശ്വസിക്കുക. ആ വിശുദ്ധ കുരിശിൽ അവൻ ചിന്തിയ രക്തത്തിലൂടെ എനിക്ക് കൈവന്ന വലിയ സ്ഥാനത്തെക്കുറിച്ച് ബോധവാനാവുക. അതാണ് രക്ഷ പ്രാപിക്കാനുള്ള എളുപ്പവഴി. ലൂക്കാ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ കഥ പറയുന്നിടത്ത് പ്രതിപാദിക്കപ്പെടുന്ന ആ കൊച്ചു വാചകം ഉണ്ടല്ലോ, അപ്പോൾ അവന് സുബോധമുണ്ടായി. ഹി കെയിം ടു നോ ഹിംസെൽഫ്. അപ്പോൾ അവന് സുബോധമുണ്ടായി. ഈ സുബോധം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, എൻ്റെ ആത്മാവിൻ്റെ വിലയെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് എൻ്റെ ഉള്ളിലുള്ള അറിവാണ്, ബോധ്യമാണ്. അതിൻ്റെ മറുപേരാണ് സുബോധം. സുബോധമില്ലാത്തവരാണ് തകർന്നു പോവുക. സുബോധമില്ലാത്തവരാണ് നഷ്ടത്തിൻ്റെ രുചി അറിയുക. സുബോധമില്ലാത്തവരാണ് ഒരിക്കലും വീണ്ടെടുക്കാനാവാത്ത വണ്ണം നഷ്ടപ്പെടുക. സുബോധമുള്ളവൻ ഒരു കാലത്ത് തിരിച്ചെത്തുമെന്നുള്ളത് ഉറപ്പ്. ധൂർത്തപുത്രൻ മടങ്ങി വരാനുള്ള പ്രഥമവും പ്രധാനവുമായ കാര്യം അച്ഛന് തോന്നുന്നത് അവൻ്റെ ഉപബോധ മനസ്സിൽ ഉറങ്ങിക്കിടന്ന
ഈ സുബോധമാണ്. അവനിലൊരു ബോധ്യം ഉണ്ടായിരുന്നു, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നുള്ളത്. ആ ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം പലപ്പോഴും വല്ലാണ്ടായി പോവുക. ഒരമ്മയ്ക്ക് താനൊരമ്മയാണെന്നുള്ള സുബോധം എപ്പോൾ നഷ്ടപ്പെടുന്നോ അപ്പോൾ അവൾ ഒരു ഭീകര രൂപിയാകും, അല്ലെങ്കിൽ ഒരു മ്ലേച്ഛ വസ്തുവാകും. ഒരപ്പന് താനൊരു പിതാവാണെന്നുള്ള സുബോധം എപ്പോൾ നഷ്ടപ്പെടുന്നുവോ ആ നിമിഷം മുതൽ അയാൾ മദ്യപിക്കുന്നവനും ധൂർത്തടിക്കുന്നവനും വഴിയറമ്പിൽ കിടന്നുറങ്ങുന്നവനും എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നവനുമാവും. ഒരു മകനും ഒരു മകൾക്കും തൻ്റെ മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടതാണെന്നുള്ള ചിന്ത നഷ്ടപ്പെടുമ്പോൾ, സുബോധം അന്യമാകുമ്പോൾ പിന്നെ കാണിച്ചു കൂട്ടുന്ന, ചെയ്തു കൂട്ടുന്ന, എത്തിപ്പെടുന്ന അപകടങ്ങൾക്ക് ഒരു കയ്യും കണക്കുമില്ല. സുബോധമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മഹത്വീകരിക്കുന്നത്. സുബോധമാണ് അവൻ്റെ ജീവിതത്തെ വീണ്ടെടുക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞത്, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നുള്ള തിരിച്ചറിവ് ഒരു മനുഷ്യനിൽ ഉള്ളിടത്തോളം കാലം അവൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ കർത്താവ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നു. പിതാവായ ദൈവം തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ്റെ തിരുശരീരവും തിരുരക്തവും വിലയായി കൊടുത്ത് വീണ്ടെടുത്തതാണ് എന്നെ. എൻ്റെ ദൈവം എന്നെ സ്വന്തമാക്കിയത് നശ്വരമായ സ്വർണമോ വെള്ളിയോ വില കൊടുത്തിട്ടല്ല എന്ന് വചനം പറയുന്നു. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. വിശുദ്ധ കുരിശിലേക്ക് നോക്കിയാൽ എൻ്റെ ജീവിതത്തിൻ്റെ വില എന്തെന്ന് എനിക്ക് മനസ്സിലാകും. ക്രിസ്തുവിൻ്റെ കുരിശിനെ ധ്യാനിച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം എന്തെന്ന് എനിക്ക് ബോധ്യപ്പെടും. ആ ബോധ്യവും ആ സത്യവും എന്നെ തളരാതെ തകരാതെ കാക്കും. എൻ്റെ വാക്കുകളും പ്രവൃത്തികളും എൻ്റെ സകലമാന വ്യാപാരങ്ങളും നിയന്ത്രിക്കുന്നത്, ഞാൻ തന്നെയും നിയന്ത്രിക്കപ്പെടുന്നത് ഈ ബോധ്യത്തിൻ്റെ പിൻബലത്തിലാണ്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ നിമിഷത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ലേഖന ഭാഗത്ത് തന്നെ പൗലോസ് ശ്ലീഹ അത് രേഖപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ശരീരത്തിലൊരു മുള്ളുണ്ടെന്നറിഞ്ഞ് അത് മാറ്റിത്തരാൻ എൻ്റെ കർത്താവിനോട് 3 വട്ടം മുട്ടിന്മേൽ വീണ് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അവൻ പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. എന്താ അതിൻ്റെ അർത്ഥം? നിനക്ക് നീ ആരാണെന്നുള്ള ബോധ്യം മതി. മുള്ള് അവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും ഒരു പ്രശ്നമില്ല. നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് നിൻ്റെ ഉള്ളിലുള്ള എൻ്റെ സജീവമായ സാന്നിധ്യത്തെക്കുറിച്ച്, വിശുദ്ധ കുരിശിൽ ഞാൻ നിനക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയെക്കുറിച്ച് വലിയ വില കൊടുത്ത് ഞാൻ നിന്നെ സ്വന്തമാക്കിയെന്ന സത്യത്തെക്കുറിച്ചുള്ള അവബോധമാണ്. നിനക്കാവശ്യം എൻ്റെ കൃപയാണ്, നിനക്കാവശ്യം എൻ്റെ രക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും ബലഹീനരാ, നമുക്കും പോരായ്മകളുണ്ട്, 1000 കുറവുകളുണ്ട്. പൗലോസ് പറയുന്നുണ്ടല്ലോ, ആഗ്രഹിക്കുന്നത് ചെയ്യാൻ എനിക്ക് പറ്റണില്ല, ആഗ്രഹിക്കാത്തത് ഞാൻ അടിക്കടി അനുവർത്തിച്ചു പോകുന്നു. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ദുർഭകനായ മനുഷ്യനാണ്. എൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ നിയമമുണ്ട്, എൻ്റെ ശരീരത്തിൽ ലോകത്തിൻ്റെ നിയമമുണ്ട്. ഞാൻ ദുർഭകനായ മനുഷ്യൻ. എന്നിട്ട് പൗലോസ് പറയും, പാപത്തിന് അടിമപ്പെട്ട ഈ ജീവിതത്തിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും? റോമർക്ക് എഴുതിയ ലേഖനം 17 അധ്യായം 25 വചനം. ആര് എന്നെ മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ കൃപയാണ് എനിക്ക് വിലപ്പെട്ടത്. അപ്പസ്തോലൻ വ്യക്തമായി ഈ 7 അധ്യായം 25 പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു കാര്യമാണ്. കർത്താവ്
അവൻ്റെ പ്രിയപ്പെട്ട പുത്രനിലൂടെ എന്നെ വീണ്ടെടുത്തു എന്ന ഒറ്റ ചിന്തയാണ് എന്നെ വീണ്ടെടുത്ത് വിശുദ്ധീകരിക്കുന്നതും ശക്തനാക്കുന്നതും. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെയും ബലഹീനതകളെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ കുരിശിലൂടെ കൈവന്ന രക്ഷ, വിശുദ്ധ കുരിശിലൂടെ സ്വന്തമായ സമാധാനം, വിശുദ്ധ കുരിശിലൂടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്ന സന്തോഷം, അതിന് എൻ്റെ ദൈവം അവൻ്റെ പ്രിയപ്പെട്ട പുത്രനിൽ വലിയ വില കൊടുത്തിട്ടുണ്ടെന്നുള്ള അവകാശവാദവും ആശ്വാസവും എൻ്റെ ജീവിതത്തെ മറ്റൊന്നാക്കി പരിവർത്തനപ്പെടുത്തും. എൻ്റെ ജീവിതത്തെ വീണ്ടെടുക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. അതെൻ്റെ മനസ്സിൽ നിറയുമ്പോഴൊക്കെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും, എല്ലാ പ്രലോഭനങ്ങളെയും, എല്ലാ പ്രയാസങ്ങളെയും പ്രതിരോധിക്കാൻ ഞാൻ ശക്തനാക്കപ്പെടുന്നുണ്ട്. അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്, കൊച്ചുമക്കൾ ചില വിഷയങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് പറയും. ചില മാതാപിതാക്കൾ വൈദികരുടെ വിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷം കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ വരുമ്പോൾ ഉടനെ ഹന്നാം വെള്ളവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവകകളൊക്കെ വെഞ്ചിരിച്ച് അവിടെയൊക്കെ കൊണ്ടുപോയി സൂക്ഷിക്കാനും തെളിക്കാനും ഒക്കെ ഉദ്യമിക്കും. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ക്രിസ്തുവിൻ്റെ തിരുരക്തം തെളിക്കപ്പെടുന്നിടത്ത്, ക്രിസ്തുവിൻ്റെ അഭിഷിക്തൻ്റെ കരങ്ങൾ വയ്ക്കപ്പെടുന്നിടത്ത്, യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം ബലപ്പെടുന്നിടത്ത് എന്തൊക്കെയോ പരിണാമങ്ങൾ, വിടുതൽ സംഭവിക്കും എന്ന് തന്നെ. അതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ വിശ്വാസം. പക്ഷെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനി താൻ വീണ്ടെടുക്കപ്പെട്ടത് യേശുവിൻ്റെ തിരുശരീരത്താലും തിരുരക്തത്താലുമാണെന്നുള്ള ബോധ്യത്താൽ നിറയപ്പെട്ട് അവൻ്റെ വിശുദ്ധ കുരിശിൽ നിറഞ്ഞ പ്രത്യാശ വെച്ച് ദൃഢമനസ്സോടെ പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതായിട്ടൊന്നുമില്ല. ഒരു വൈദികൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു സാധാരണ ക്രിസ്ത്യാനിയുടെ വിശുദ്ധമായ കൈകൾക്കുള്ള അത്യുദാത്തമായ ദൈവീകമായ ശക്തിവിശേഷത്തെ ബോധ്യപ്പെടുന്ന ഒരു വൈദികനാണ് ഈ അച്ഛൻ. എൻ്റെ അമ്മ അവളുടെ വിശുദ്ധമായ കൈകൊണ്ട് എൻ്റെ നെറ്റിത്തടത്തിൽ വരയ്ക്കുന്ന കുരിശടയാളം എന്നെ എല്ലാവിധത്തിലുള്ള ആപത്ത് സന്ധികളിലും നിന്ന് കാത്തു സൂക്ഷിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാ ദിവസവും എൻ്റെ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്ന കൊച്ചുമകൾ, അവൾക്ക് ഇംഗ്ലീഷ് വിഷയം ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞ് പഠിക്കാനിരിക്കുന്ന വേളയിൽ അവളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്ത് കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേലുള്ള എല്ലാ പൈശാചികമായ ബന്ധനങ്ങളിലും നിന്ന് ആ കുഞ്ഞ് മോചിപ്പിക്കപ്പെടുമെന്നൊരു വിശ്വാസം ഈ അച്ഛനുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറയാറുമുണ്ട്, നീ വീണ്ടെടുക്കപ്പെട്ടത് ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടാണ്. നീ സ്വന്തമാക്കപ്പെട്ടത് അവൻ്റെ പീഡാനുഭവത്താലാണ്. അവൻ നിനക്ക് വേണ്ടി വലിയ വില വിശുദ്ധ കുരിശിൽ അർപ്പിച്ചിട്ടുണ്ട്. ആ ബോധ്യം നിനക്കുണ്ടായിരിക്കണം. ആ ബോധ്യത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളോട് ദൂരെ പോകാൻ പറയണം. പ്രയാസങ്ങളോട് മാറി നിൽക്കാൻ കൽപ്പിക്കണം. എല്ലാ അസ്വസ്ഥതകളോടും ദൂരെ മാറാൻ ആജ്ഞാപിക്കണം. നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ ബോധ്യത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ടെന്ന് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ബോധ്യം എത്രമാത്രം ഹൃദയത്തിലുണ്ട് എന്നത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടുന്നൊരു കാര്യം. സുബോധമുള്ളവരാകാം. എൻ്റെ ജീവിതത്തിൻ്റെ ഉന്നതമായ ലക്ഷ്യങ്ങളെ ധ്യാനിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ സകല തകർച്ചകളിലും നിന്ന് എന്നെ വീണ്ടെടുക്കാനാണ് നല്ല ദൈവം അവൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഈ ലോകത്തിലേക്ക്, എൻ്റെ മണ്ണിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് ആഴത്തിൽ ബോധ്യപ്പെടാം. ആ ബോധ്യം എൻ്റെ ഹൃദയത്തിൽ നിറയുമ്പോൾ ഞാൻ എത്രമാത്രം ശക്തനായി മാറുന്നുണ്ടെന്ന് തിരിച്ചറിയാം. പ്രയാസങ്ങളുടെ മേലും ജീവിത ദുരന്തങ്ങളുടെ മേലും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശക്തി ഹൃദയത്തിൽ ആവാഹിച്ച് ആജ്ഞാപിക്കാൻ കരുത്താർജിക്കണം നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിസ്സാര കാര്യമല്ല. യേശുവിനോടുള്ള സ്നേഹം,
യേശുവിൻ്റെ രക്ഷയിലുള്ള വിശ്വാസം, അതാണ് നിൻ്റെ ജീവിതത്തെ രക്ഷിക്കുന്നത്. യേശുവിൻ്റെ രക്ഷയിലുള്ള വിശ്വാസവും അവൻ്റെ സ്നേഹത്തോടുള്ള പ്രതിബദ്ധതയും അവൻ്റെ സ്നേഹത്തിലുള്ള ഉറപ്പും നിൻ്റെ ജീവിതത്തെ എല്ലാ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നിന്ന് വീണ്ടെടുക്കും. പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെടാം. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാളും ശക്തനാണെന്ന് വചനം പറയുന്നു. അർത്ഥം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, നിന്റെ ഹൃദയത്തിലുള്ളവൻ പുറത്തുള്ളവനേക്കാളും ശക്തനാണ്. എത്ര വലിയ കടബാധ്യതയോ എത്ര വലിയ പ്രശ്ന പ്രതിസന്ധികളോ നിന്റെ ജീവിതത്തിൻ്റെ പ്രതിയോഗികളോ എത്ര വലിപ്പമുള്ളതായിരുന്നാലും നിന്റെ അകത്തുള്ളവനോളം വരില്ല അതൊന്നും. സാധാരണ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡോണ്ട് ബി ഡ്രൗൺഡ് ഇൻ ആൻ സ്പൂൺ ഫുൾ ഓഫ് വാട്ടർ. ഒരു സ്പൂൺ വെള്ളത്തിൽ മുങ്ങിച്ചാകരുതെന്നാണ് അത്ര അർത്ഥം. ഒരു സ്പൂൺ വെള്ളത്തിൽ ആരും മുങ്ങിച്ചാവരുതെന്ന്. ഒരു സ്പൂൺ വെള്ളത്തിൽ ആർക്കെങ്കിലും മുങ്ങിച്ചാകാൻ പറ്റുമോ? ഒരു സ്പൂൺ വെള്ളത്തിൽ ആരെങ്കിലും ഈ നാൾ വരെ മുങ്ങിച്ചത്തതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു സാധാരണ മനുഷ്യൻ്റെ കാര്യം വിട്, നമ്മളൊക്കെ ആനകളാണെന്ന് ഓർക്കണം. അത്രമാത്രം കൃപ ലഭിച്ചവർ, അത്രമാത്രം ജീവിതത്തിൽ വീണ്ടെടുക്കപ്പെട്ടവർ, ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ രക്ഷയുടെ അവകാശികൾ. ഞാൻ ഒരു നിസാര കാര്യത്തിൻ്റെ മുമ്പിൽ തകർന്നു പോകുന്നതെന്തിന്? ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ തളർന്നു പോകുന്നതെന്തിന്? വീണ്ടെടുക്കാൻ പറ്റാത്തവണ്ണം ഒന്നും പോയിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ആരാണെന്നുള്ള അവബോധം നീ എനിക്ക് തരിക. സുബോധമുള്ളവനാകാൻ നീ എന്നെ സഹായിക്കുക. പിതാവിനടുത്ത്, മാതാവിനടുത്ത്, മക്കൾക്കടുത്ത്, സഹോദരനും സഹോദരിക്കും അടുത്ത് ഉദാത്തമായ നിയോഗങ്ങൾ ഉള്ളവരാണ് ഞങ്ങളെന്നുള്ള തിരിച്ചറിവ് നീ ഞങ്ങൾക്ക് തരിക. തമ്പുരാൻ്റെ മുമ്പിൽ എളിമയോടെ നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റണം. ആ ബോധ്യം നമ്മളെ മറ്റൊരു മനുഷ്യരാക്കും. ആ ബോധ്യം നമ്മെ വല്ലാണ്ട് വീണ്ടെടുക്കും. ആ ബോധ്യം എല്ലാ പ്രശ്ന പ്രയാസങ്ങൾക്കും ഉത്തരം കൽപ്പിക്കും. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കൾ ഭയപ്പെടരുത്. നീ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. വിശുദ്ധ കുരിശിലേക്ക് നോക്കിയാൽ നിൻ്റെ ജീവിതത്തിൻ്റെ വിലയെന്തെന്ന് നിനക്ക് മനസ്സിലാകും. എല്ലാ പ്രശ്നങ്ങളോടും അരുതെന്ന് പറയാൻ പറ്റണം. എല്ലാ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെയും കാൽക്കീഴിലാക്കണം. കാരണം നിൻ്റെ ഗുരു, നിൻ്റെ ക്രിസ്തു വിശുദ്ധ കുരിശിൽ ജയാളിയാണ്. അവനെ തോൽപ്പിക്കാൻ ഒന്നിനും ആകില്ല. അവൻ എന്നും വിജയിച്ചിട്ട് മാത്രമേ ഉള്ളൂ. കർത്താവിൽ ആശ്രയിച്ച് എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച്, കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിൻ്റെ വിലയും മഹത്വവും നിൻ്റെ ആത്മാവിനാൽ നീ എനിക്ക് പറഞ്ഞു തരണേ. നിൻ്റെ കുരിശിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനും വീണ്ടെടുക്കപ്പെട്ടവളുമാണ് ഞാനെന്നുള്ള തിരിച്ചറിവിലേക്ക് നീ എന്നെ നയിക്കണേ. ഈ ലോകത്തിൻ്റെ പ്രാരാബ്ദങ്ങളിൽപ്പെട്ട് തളർന്നു പോകേണ്ടവരല്ല ഞങ്ങൾ. നിസാര പ്രശ്ന പ്രയാസങ്ങളുടെ മുമ്പിൽ തകർക്കപ്പെടേണ്ടവരുമല്ല. നിൻ്റെ കുരിശിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നിൻ്റെ വിശുദ്ധർ നിൻ്റെ കുരിശേന്തി വലിയ വിജയങ്ങൾ ജീവിതത്തിൽ കൈവരിച്ചതുപോലെ എല്ലാ യുദ്ധങ്ങളിലും വിജയം വരിക്കാൻ പ്രാപ്തരാകേണ്ടവരാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നീ നൽകണേ. കർത്താവായ യേശു ക്രിസ്തുവേ, നിൻ്റെ കുരിശിൻ്റെ അമൂല്യമായ രക്തത്തിൻ്റെ വലിയ യോഗ്യതയാൽ ഞങ്ങളുടെ മനസ്സുകളെ നീ ബലപ്പെടുത്തണമേ. സുബോധത്താൽ നിറയ്ക്കണേ. അവർണ്ണനീയമായ ദാനത്തെ പ്രതി കർത്താവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ.